കാഴ്ചയ്ക്ക് കൗതുകമുണർത്തുന്നതും എന്നാൽ ആത്മീയ വഴിയിൽ ഒട്ടും ഭംഗി ചോരാത്തതുമായ ഒരു കാഴ്ച. 4000-ഓളം വീട്ടുകാർ വരുന്ന ഒരു ഇടവകയിൽ ഏതാണ്ട് അതിലധികം അപ്പന്മാരും ചെറുപ്പക്കാരുമുള്ള ഒരു ദേവാലയത്തിൽ അത് നടന്നു. 8 നോമ്പിൽ ഇങ്ങനെ ഒരു കാഴ്ച ഒരുക്കിയത് ആ ഇടവകയിലെ അമ്മമാരും പരിശുദ്ധ അമ്മയും ചേർന്നാണ്. സാധാരണ 8 നോമ്പ് ആഘോഷങ്ങളിൽ നിന്നും എന്തുകൊണ്ടും വ്യത്യസ്തമായ ഒരു ആഘോഷം. അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തോടൊപ്പം ഇടവകയിലെ അമ്മമാരും ചേർന്നപ്പോൾ നടത്തത്തിനൊരു ഇമ്പമായി, ഒരു ചന്തമായി. അമ്മയ്ക്കൊപ്പമുള്ള അമ്മമാരുടെ നടത്തം അത് കണ്ടു നിന്നവരിലും ഒരു ആത്മീയ പാതയൊരുക്കി. അമ്മയോടൊപ്പം ഇടവക ചുറ്റി ദിവികാരുണ്യനാഥനായ ഈശോയിലേക്ക് അവർ നടന്നു. ആ കാഴ്ച അതിൽ പങ്കുചേർന്നവർക്കും അത് കണ്ടു നിന്നവർക്കും ഒരു പുതു ചൈതന്യമായി, ഒരു നല്ല പുത്തൻ ഉണർവായി. 8 നോമ്പിന്റെ ഭാഗമായി സെന്റ് മേരീസ് ഫോറൈൻ ചർച്ച് അതിരമ്പുഴയിലാണ് ഈ അപൂർവ സംഭവം നടന്നത്. 8 നോമ്പിന്റെ പ്രദക്ഷിണത്തിൽ പരിശുദ്ധ അമ്മയുടെ രൂപവും വഹിച്ച് ദേവാലയം ചുറ്റിയുള്ള ആ പ്രദക്ഷിണത്തിൽ പരിശുദ്ധ അമ്മയുടെ രൂപം തുടങ്ങി ചെറുതിരികളും മുത്തുകുടകളും എല്ലാം പിടിച്ചത് അമ്മമാരും ആ ഇടവകയിലെ മറ്റു യുവതികളുമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ചിലരുടെയെങ്കിലും ഉള്ളിൽ ഒരു ചിന്ത വരാം, ഇതിലെന്താണ് ഇത്ര പ്രത്യേകത? ഇതിപ്പോൾ സർവ്വസാധാരണമല്ലേ എന്ന്. എന്നാൽ ഇതിൽ പ്രത്യേകതകൾ ധാരാളമുണ്ട്. ഇടവകയിലെ അമ്മമാർക്കൊപ്പം ആ ദിവസത്തെ മനോഹരമാക്കാൻ ഇടവകയിലെ യുവതികളും പെൺകുഞ്ഞുങ്ങളും അണിനിരന്നു. വന്നവർക്കും കണ്ടു നിന്നവർക്കും പങ്കുചേർന്നവർക്കും മാത്രമല്ല, സോഷ്യൽ മീഡിയ വഴി ഈ വീഡിയോ കണ്ടവർക്കും അതൊരു അനുഭവമായി, ഒരു ആത്മീയ ഉണർവായി. പരിശുദ്ധ അമ്മയുടെ വേഷമിട്ട് മാതാവിന്റെ കിരീടമൊക്കെ ധരിച്ച് അതിസുന്ദരികളായ കുഞ്ഞുമക്കൾ മെഴുകുതിരി നാളവും കയ്യിലേന്തി നീങ്ങുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. വെറുതെ അങ്ങ് നടന്നു നീങ്ങുകയല്ല, പ്രാർത്ഥിച്ചൊരുങ്ങി ആത്മാവും ശരീരവും അതിന് സന്നദ്ധമാക്കി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദിവ്യകാരുണ്യനാഥനായ ഈശോയിലേക്ക് ഒരു കടന്നുപോകൽ. കാലങ്ങൾക്ക് മുൻപ് നമ്മുടെ അമ്മ പെങ്ങന്മാർ 8 നോമ്പ് ആചരിക്കുവാൻ ഒരു കാരണമുണ്ടായിരുന്നു. നമുക്കറിയാം, ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് രക്ഷ നേടാൻ അവർ ഓടിയെത്തിയത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ചാരിയായിരുന്നു. അന്ന് അവർ ഒരു മനസ്സോടെ ആത്മീയമായും ഭൗതികമായും ഒരുങ്ങി 8 നോമ്പ് ആചരിച്ചു. കാരണം അന്ന് അവരുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു. എന്നാൽ ഇന്ന് ഒരു ഇടവകയിലെ സ്ത്രീജനങ്ങളെല്ലാം ഒരു മനസ്സോടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നീങ്ങുന്ന ഈ കാഴ്ച ഒരു വ്യത്യസ്ത അനുഭവം തന്നെയായിരുന്നു. 8 നോമ്പിന്റെ അർത്ഥം പൂർണ്ണമായും ഉൾക്കൊണ്ടുള്ള ഒരേ മനസ്സോടെയുള്ള ഒരു കടന്നുപോകൽ, ഒരു 8 നോമ്പ് ആചരണം എന്ന് വേണം പറയാൻ. തീർച്ചയായും അതിനവരെ ഒരുക്കിയ ഇടവകക്കാരും ഇടവകയിലെ അച്ഛന്മാരും അഭിനന്ദനം അർഹിക്കുന്നു. നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആരാധനാ രീതികളും എല്ലാം അതിന്റെ പൂർണ്ണമായ രീതിയിൽ, അതിന്റെ പൂർണ്ണതയിൽ അർത്ഥമറിഞ്ഞ് ഒരേ മനസ്സോടെ കൊണ്ടാടാൻ നമുക്കിടയാവട്ടെ. അതിന് പരിശുദ്ധ അമ്മയും ഈശോയും നമ്മെ സഹായിക്കട്ടെ.